ഇനി ഞാനൊരു കഥ പറയാം. ഇത് എൻ്റെ കഥ. അതെ, എൻ്റെ മാത്രം കഥ. ഇതിലെ നായികയും ഞാൻ തന്നെ. പണ്ട് പണ്ട് പണ്ട്, വളരെ പണ്ട്, ഫ്രെഡി ഫ്രെഡ് എന്നു പേരുള്ള ഒരു കൃഷിക്കാരൻ മുളകൾക്കു നടുവിൽ വാഴ നട്ടു. ഓർക്കണേ, ഈ കഥ വളരെ വളരെ പണ്ടുള്ള കഥയാ. ആ ഗ്രാമത്തിൽ എല്ലാവരും ഇതുപോലെ കൃഷി തന്നെ ജീവിതമാർഗവുമായി നടക്കുന്നവരാണ്. പക്ഷേ എല്ലാവർക്കും ഒരു സങ്കടമുണ്ട് കേട്ടോ. മഴ. അതെ, മഴ. വല്ലപ്പോഴുമേ അവരുടെ കൃഷിസ്ഥലം കാണാൻ വരികയുള്ളൂ. എങ്കിലും ജീവിതമല്ലേ, തളരരുത് എന്ന് നമ്മെ പോലെ തന്നെ അവരും ചിന്തിച്ചു. ഒരിക്കൽ കാറ്റും ഇടിമിന്നലും എല്ലാവരുടെയും കൃഷിയിടങ്ങളെ ഡും 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 എന്ന് കൊട്ടിപ്പേടിപ്പിച്ചു. ഇടയ്ക്ക് ഇടിമിന്നൽ എല്ലാവരുടെയും കൃഷിസ്ഥലം ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഗ്രാമത്തിലുള്ള എല്ലാവരും പ്രകൃതിയുടെ രസിക്കാത്ത നൃത്തം കണ്ട് പ്രകൃതിയെ ശപിച്ചും കൊഞ്ഞനം കാട്ടിയും കൊഞ്ഞനം കുത്തിയും ഇരുന്നു. പണ്ടത്തെ അമ്മമാർ തൊട്ടപ്പുറത്തെ വീട്ടിലെ കാര്യങ്ങൾ കണ്ട് സമാധാനിക്കുന്നത് പോലെ ഈ ഗ്രാമത്തിലുള്ള മനുഷ്യർ അയൽക്കാരുടെ ദുരിതം കണ്ട് സമാധാനിച്ചു. പ്രകൃതി എത്ര നേരം വേണമെങ്കിലും നൃത്തം ആടട്ടെ, കണ്ടുകൊണ്ടിരിക്കാം. അപ്പുറത്തെ വീട് തകർന്നു പോയിട്ടേ എൻ്റെ വീട് തകരും എന്നവർ സമാധാനിച്ചു. എന്നാൽ നമ്മുടെ കഥയിലെ നായകനും ഫ്രെഡി ഫ്രെഡ്, അതെ, പ്രകൃതിയുടെ നൃത്തം നല്ലതെന്ന് കരുതി കാറ്റത്ത് ആടിത്തുള്ളുന്ന തൻ്റെ കൃഷിയിടത്തെ മുളകൾ ഫ്രെഡി ഫ്രെഡിന്റെ കവിളിൽ മഞ്ഞുമഴ പോലെ വെള്ളത്തുള്ളികൾ വർഷിച്ചു. ചിലപ്പോൾ മുളകൾക്ക് തോന്നിക്കാണും, ഒന്നിനും കൊള്ളില്ലാത്ത ഞങ്ങളുടെ നൃത്തം കണ്ട് രസിക്കുന്ന കൃഷിക്കാരനെ ഒന്ന് ചുംബിക്കാൻ. പെട്ടെന്ന് ഫ്രെഡിയുടെ മനസ്സിൽ ഒരു ഐഡിയ ഉദിച്ചു. ഐഡിയ ക്യാൻ ചേഞ്ച് മൈ ലൈഫ് എന്ന് മനസ്സ് പൊട്ട ഇംഗ്ലീഷിൽ മന്ത്രിച്ചു. അവൻ മുളകൾ തുരന്ന് കുഴലുകളാക്കി കൃഷിയിടത്ത് ചുറ്റും വെച്ചു. കിട്ടുന്ന ജലം അതിൽ നിറച്ചു. നിറഞ്ഞ വെള്ളം വീട് തേടി പോയി. അങ്ങനെ പോയി പോയി പോയില്ലേ, കൃഷിയിടങ്ങളെ നനച്ചു. ഈ പ്രവൃത്തി കണ്ടവർ ഫ്രെഡി വട്ടെന്ന് പറഞ്ഞു. എങ്കിലും അവൻ എല്ലാ ദിവസവും അത് തന്നെ ചെയ്തു. അവസാനം വിള വന്നപ്പോഴോ, ഫ്രെഡിയുടെ തോട്ടം വിളകളും പഴങ്ങളും കൊണ്ട് സമൃദ്ധമായി. അങ്ങനെ ഈ കഥ നടക്കുന്നു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഈ കഥ നടക്കുന്ന നേരം നായികയായ ഞാൻ എവിടെ പോയെന്ന്. എന്താ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഞാൻ അല്ലേ നായിക? ഞാനില്ലാതെ ഈ കഥ അവസാനിപ്പിക്കാൻ പറ്റുമോ? എന്നാ കേട്ടാളൂ. ഞാൻ നോക്കുമ്പോഴേ എൻ്റെ ദേഹത്തും ഫ്രെഡിക്ക് കിട്ടിയ പോലെ ചുംബനങ്ങളുടെ മഴത്തുള്ളികൾ വീഴാൻ തുടങ്ങി. ഞാൻ ചിരിച്ചു കണ്ണു തുറന്നു നോക്കി. ക്ഷമിക്കണേ കൂട്ടുകാരെ, അതെന്റെ ഇളയ സന്താനം പറ്റിച്ച പണിയാ. അവളന്ന് കുഞ്ഞു 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 കൊച്ചാ, 1 വയസ്സേ ഉള്ളൂ. അവൾ എന്നെ പുണ്യമൂത്രം കൊണ്ട് ചുംബിച്ചതാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങുമ്പോഴാണ് ഈ കഥ സ്വപ്നം കാണുന്നത്. അപ്പോ ഫ്രെഡി ഫ്രെഡ് ആരായിരുന്നു? എൻ്റെ സ്വപ്നത്തിലെ നായകൻ. അപ്പോ ഇത് പണ്ട് നടന്ന സ്വപ്നമായിരുന്നു എൻ്റെ. പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങുമ്പോൾ എന്ത് പേരിടണമെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ പേര് ശരിക്കും പറഞ്ഞാൽ ഈ കഥ പറയുന്നത് പോലെ തന്നെയാണ്, ഇന്നോവേഷൻ ക്രോണിക്കിൾസ്. അതെ, നമ്മുടെ ചിന്തകൾ ഒന്ന് മാറുമ്പോൾ നമ്മെ തേടി എല്ലാ സന്തോഷവും വന്നു ചേരും.